എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഹലോ ഗൈസ്, ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നത്. റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതെന്നല്ല, പക്ഷേ ആ സിനിമ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പടം കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂർ ആ ഒരു ഹാങ് ഓവർ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഇത് ഒരു പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമല്ല ഈ പടം കണക്റ്റ് ആവുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ച് കഴിഞ്ഞവരും പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറിയവരും ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള സ്കൂളിലെ മാഷന്മാരുടെ സ്വഭാവം, ടീച്ചർമാരുടെ സ്വഭാവം, സൊസൈറ്റീനെ പറ്റിയിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗത്തിനെ പറ്റിയിട്ട് ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് വരുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗത്തിനെ പറ്റി പറയുന്നുണ്ട്. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി അല്ലാതെ വേറെ ആരും ഒപ്പം നിൽക്കില്ല. സത്യമാണ്, പക്ഷേ അതൊക്കെ നല്ല രീതിക്ക് കാണിച്ചു പോകുന്ന ഒരു മൂവിയാണ്. നമ്മുടെ ലൈഫ് എന്നൊക്കെ ഇങ്ങനെ പിച്ചി ചീന്തി എടുത്ത ഇൻസിഡൻസ് എന്ന് പറയില്ലേ, നമ്മുടെ കൊല്ലത്തിൽ പപ്പടത്തിൻ്റെ പേരിലുണ്ടായി കഴിഞ്ഞാൽ അടി നല്ല അടിപൊളിയായിട്ട് വൃത്തിക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 2019 ശേഷം എല്ലാ വിഷുവിനും നമ്മൾ മുടങ്ങാതെ സ്ഥിരമായിട്ട് സ്റ്റാറ്റസ് ഇടുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജിഫ് അയക്കുന്നതായിരിക്കും പടക്കം കത്തിക്കുന്ന ഒരു സീന്. പക്ഷേ ആ ഒരു സീനിൻ്റെ പിന്നിലുള്ള ഒരു ഇമോഷൻ അത് സിനിമ കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി. നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻ, നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ഷൻ വരുമടാ, എവിടെയെങ്കിലും വരും. ഹാഷിറിൻ്റെയൊക്കെ വീഡിയോ കാണാറുണ്ടെങ്കിലും ഇവരുടെ ഇമോഷൻ സീനൊക്കെ ഇത്രയും കരഞ്ഞ് എല്ലാവരും ഏറ്റെടുക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ റോയിലുള്ള ഫുള്ള് എല്ലാ ആൾക്കാരും ഇരുന്ന് കരയുക. സെക്കൻഡ് ഹാഫിൽ തൊട്ടപ്പുറത്തെ എൻ്റെ അനിയനാ, അവനാണെങ്കിൽ അങ്ങനെയൊന്നും കരയണം ഞാൻ കണ്ടിട്ടില്ല. അവൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ കരയണം ഞാൻ കണ്ടിട്ട്. പിന്നെ ട്രോളിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പിടിച്ച് കരയായിരുന്നു. കാരണം അത്രയും വർക്കായിട്ടുണ്ട് പടം ആൺപിള്ളേരുടെ ഒരുപാട് വിഷമങ്ങളും ലൈഫത്തെ ഓരോ കാര്യങ്ങളും അങ്ങനെ എടുത്തിട്ട് അലൻ എടുത്ത് പറയണം കേട്ടോ. അലൻ്റെ ക്യാരക്ടർ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. അജിനാണെങ്കിലും വിനായകനാണെങ്കിലും അതേപോലെ തന്നെ ഒരുവിധം എല്ലാ ആൾക്കാരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അജു വർഗീസിനെ പോലുള്ളൊരു സാറ്, അതേപോലെ തന്നെ വിജയ് ഭവനെ പോലുള്ളൊരു സാറ്, എല്ലാം നമുക്ക് കണക്റ്റ് ആവും. നമ്മൾ സ്കൂളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം നമുക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അമീന ടീം അവർ വളരെ കുറച്ച് സീനേ ഉള്ളൂ, പക്ഷെ ഉള്ളത് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. സ്റ്റാഫ് നമ്മൾ ചിരിച്ച് മറിയും. സെക്കൻഡ് ഹാഫിൽ ഒരു ട്രിപ്പ് വരും. ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ ഒരു ഇമോഷൻ വന്ന് സങ്കടം കൊണ്ട് ഇങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കുകയാണെങ്കിൽ ഇതാ നടക്കണം അടുത്തത്. കരയും, കാരണം കരയാതെ വേറെ വഴി ഉണ്ടാവില്ല. ഇനി അതിലും വീഴാത്തവരാണെങ്കിൽ അത്രയും പിടിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് സീൻ. കാരണം സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ഗ്യാപ്പും തരുന്നില്ല. അടിയുടെ മുകളിൽ അടി എന്ന് പറയില്ലേ, കരഞ്ഞിട്ട് നീ പോയാൽ മതി, ആ ഒരവസ്ഥ. നീ ഇവിടുന്ന് കരഞ്ഞിട്ട് പോയാൽ മതി, ആ ഒരവസ്ഥയിലാണ് സെക്കൻഡ് ഹാഫ് പടം കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ എല്ലാവരും കരഞ്ഞ് എനിക്കൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ടൈലൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മൂവിക്ക് ആ ഒരു ടൈലൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ലേറ്റ് ഓൺ ആകുമ്പോൾ എല്ലാവരും കരഞ്ഞിരിക്കുന്ന ഒരു മുഖം കണ്ടിരുന്നു. ടൈലൻറ്റ് വാസ് പടം ഈസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഒരു രക്ഷയില്ല. പടം പിള്ളേർ തൂക്കി. OTT വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ പോയി കാണുക. വൺ ടൈം വണ്ടറാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്ന പൈസ നഷ്ടമാവില്ല. ആശര മക്കളെ, തൂക്കി, സീൻ തൂക്കി. സിനിമ കാണാത്തവരാണെങ്കിൽ സ്പോയിലർ ഉണ്ട്. കാരണം ഒരു എപ്പിക് എന്ന് പറഞ്ഞൊരു സീനുണ്ട്. ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. ഹാഷിറിനെ പറയുമ്പോൾ തന്നെ ശരിയാണ്. ഹാഷിറിനെ ക്ലാസ്സിൽ നിന്ന് തൂക്കേണ്ട ഒരു സീനുണ്ട് സാറ്. ഹാഷിറിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ളൊരു റിയാക്ഷനുണ്ട്. ഓ മാൻ, സീൻ ഐറ്റം.